300 വർഷത്തെ ചരിത്രമുള്ള ഒരു ആന്ധ്ര മധുര പലഹാരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പൂത്രക്കുളു. ആന്ധ്രയിലെ ആത്രേയപുരം എന്ന കൊച്ചു ഗ്രാമത്തില് ഒരു വീട്ടമ്മയുടെ കൈ അബദ്ധത്തിൽ തട്ടി അരിമാവ് ചൂടായി കിടക്കുന്ന ഒരു ഇൻവേർട്ടഡ് പോട്ടിൽ വീണു. ചൂടായ കലത്തിൽ നിന്ന് നേരിയ പാളികളായി അരിമാവ് വേർപെട്ട് വന്നപ്പോൾ ആ വീട്ടമ്മ ആ പ്രോസസ്സ് തുടർന്നു. പിന്നീട് അവരുടെ മനോധർമ്മം പോലെ അതിൽ പരീക്ഷണം നടത്തി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പൂത്രക്കുളുവിന്റെ തുടക്കം. 2023 ആത്രേയപുരം പൂത്രക്കുലു എന്ന പേരിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയ ഈ പലഹാരം ഇന്ന് ആന്ധ്രയിലെ വിശേഷ സന്ദർഭങ്ങളിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഐറ്റമാണ്. ജയബിയം എന്ന പ്രത്യേകതരം അരിയുടെ അരിമാവിൽ നേർത്ത തുണി മുക്കി ചൂടായി കമിഴ്ത്തി വെച്ചിരിക്കുന്ന കലത്തിൽ മെല്ലെ തടവും. പെട്ടെന്ന് തന്നെ ആ മാവ് ചൂടുകൊണ്ട് നേർത്ത ഷീറ്റായി വരും. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. പിന്നീട് ഈ ഷീറ്റ്സ് എല്ലാം അടുക്കി വെച്ച് അതിൽ പഞ്ചസാര പൊടിയോ ശർക്കര പൊടിയോ ചേർത്ത് ധാരാളം നട്ട്സും നെയ്യും ചേർത്ത് ചുരുട്ടിയെടുക്കുന്ന വിഭവമാണ് പൂത്രക്കുളു. ആന്ധ്രയിൽ ഇന്ന് കോടികൾ വാർഷിക വരുമാനമുള്ള ഒരു കുടിൽ വ്യവസായം കൂടിയാണ് പൂത്രക്കുളു ഉൽപാദനം. പൂത്രക്കുളുവിനോട് വളരെ സാമ്യമുള്ള ഒരു ഡെസേർട്ടാണ് ടർക്കിഷ് ബക്ലാവ. നമുക്കെല്ലാം ഇന്ന് ബക്ലാവ സുപരിചിതമാണ്. തിൻ റൈസ് ഷീറ്റ്സിന് പകരം ഫില്ലോ ഷീറ്റ്സ് ആണ് ബക്ലാവയ്ക്ക് ഉപയോഗിക്കുന്നത്. നേർപ്പിച്ച ഫില്ലോ ഷീറ്റ്സ് ഒന്നിനു മുകളിലായി അടുക്കി വെച്ച് അതിലേക്ക് നട്ട്സും ബട്ടറും ഒക്കെ ചേർത്ത് മടക്കി ബേക്ക് ചെയ്താണ് ബക്ലാവ ഉണ്ടാക്കുന്നത്. ഓട്ടോമൻ കാലഘട്ടം മുതൽ ബക്ലാവ പ്രചാരത്തിലുണ്ട്. ബക്ലാവയുടെ മുൻഗാമികളെ പറ്റി പല തർക്കങ്ങളും ഇപ്പോഴുമുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ സ്റ്റോറി പ്ലാസന്റ കേക്കിന്റേതാണ്. ഗ്രീസിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മൾട്ടി ലെയർ കേക്കാണ് പ്ലാസന്റ കേക്ക്. നേരത്തെ ഡോ ഷീറ്റ്സ് അടുക്കി വെച്ച് അതിൽ റിക്കോട്ട ചീസും തേനും മറ്റും ചേർത്ത് ബേക്ക് എടുക്കുന്ന ഒരു സ്വീറ്റാണ് പ്ലാസന്റ കേക്ക്. ഹോമറിന്റെ ഒഡീസിയിലും മറ്റു പല പുരാതന ഗ്രന്ഥങ്ങളിലും ഈ കേക്കിനെ പറ്റി പരാമർശമുണ്ട്. പ്ലാസന്റ എന്ന വാക്ക് ലാറ്റിൻ ആണെങ്കിലും ഫ്ലാറ്റ് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ പ്ലാക്കസിൽ നിന്നാണ് പ്ലാസന്റ കേക്ക് എന്ന പേര് ഈ കേക്കിന് കിട്ടുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ വാസസ്ഥലമായ മറുപിള്ള എന്ന് വിളിക്കുന്ന പ്ലാസന്റയ്ക്കും പ്ലാസന്റ എന്ന പേര് കിട്ടുന്നത് ഈ കേക്കിൽ നിന്നാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിന്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ടു ഫോളോ ലിറ്റിൽ ടേൽസ്.